US ഇറാനെതിരെ യുദ്ധഭീഷണി മുഴക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ച് ചൈന. ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും, മറുവശത്ത് ഇറാനും ചൈനയും റഷ്യയും. പുതിയൊരു സഖ്യം പശ്ചിമേഷ്യയിൽ രൂപപ്പെടുകയാണ്. ഇനി എന്താകും സംഭവിക്കുക? ഇറാനെ അമേരിക്കയോ ഇസ്രയേലോ ആക്രമിച്ചാൽ ചൈനയും റഷ്യയും വെറുതെ ഇരിക്കില്ല എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ആഭ്യന്തര സ്ഥിരത നിലനിർത്തുന്നതിനും നിയമപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് തുടർന്നും പിന്തുണയുണ്ടാകുമെന്ന് ചൈന അറിയിച്ചു. യുഎസിന്റെ ഭീഷണികളോട് സംയമനം പാലിക്കണമെന്നും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കാമെന്നും ചൈന ആഹ്വാനം ചെയ്തു. ഇറാനുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ബീജിംഗ് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗത്തെയോ ഭീഷണിയോ ചൈന എതിർക്കുമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് അറിയിച്ചു. US ആക്രമണ വിഷയത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയുടെ നയത്തിൽ പങ്കാളിയാകുമോ എന്ന പ്രസ് ടിവിയുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോസ് നിങ്. ചൈനയും ഇറാനുമായും ദീർഘകാലമായുള്ള സൗഹൃദമുണ്ടെന്നും അവർ വിശദീകരിച്ചു. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചൈന പ്രധാന പങ്കുവഹിക്കാൻ തയ്യാറാണെന്നും നിങ് വിശദീകരിച്ചു. ഇറാനെതിരെ US സൈനിക നടപടിയെടുത്താൽ മേഖല പ്രവചനാതീതമായ പ്രശ്നങ്ങളിലേക്ക് വീണുപോകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഇരുകക്ഷികളും സമാധാനത്തിന് പ്രാധാന്യം നൽകണം, ശാന്തത കൈവിടാതെ ചർച്ചകളിലൂടെ വ്യത്യാസങ്ങൾ പരിഹരിക്കണമെന്നും മാവോനിങ് പറഞ്ഞു. അതേസമയം ജനീവയിൽ നടന്ന ഒമാന്റെ മധ്യസ്ഥതയിലുള്ള മൂന്നാം ഘട്ട US ഇറാൻ ചർച്ചയ്ക്കൊടുവിൽ ഇരു രാജ്യങ്ങളും ഒരു ആണവ കരാറിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മുമ്പ് നടന്ന ചർച്ചകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പല നിർണായക കാര്യങ്ങളിലും തങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് അടുക്കുന്നുണ്ടെന്നും അരാക്ചി പറഞ്ഞു. കരാറുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലെ ചർച്ചകൾ വരും ആഴ്ചകളിൽ തന്നെ നടക്കുമെന്നും അരാക്ചി വ്യക്തമാക്കി. ഇതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. വിമാനവാഹിനി കപ്പൽ, സൈനികർ, യുദ്ധവിമാനങ്ങൾ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ എന്നിവ വിന്യസിക്കാനാണ് ട്രംപിന്റെ നിർദ്ദേശമെന്നാണ് വെളിപ്പെടുത്തൽ. നേരത്തെ മുതൽ തന്നെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അതിനിടെ ചൈനയിൽ നിന്ന് കപ്പൽ വേദ മിസൈലുകൾ വാങ്ങാൻ ഇറാൻ ഒരുങ്ങുകയാണ്. ഇറാനെ ചുറ്റി കടലിൽ US സൈനിക സന്നാഹം വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം. മധ്യേഷ്യയിൽ കഴിഞ്ഞ കുറേ ദശകങ്ങൾക്കിടയിൽ ഇത്തരമൊരു സൈനിക നീക്കം ഇതാദ്യമാണ്. പുതിയ സാഹചര്യം മധ്യേഷ്യൻ മേഖലയാകെ സമ്മർദ്ദത്തിലാക്കിയ ഘട്ടത്തിലാണ് ചൈന രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ മിസൈൽ ഇടപാടിനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിവരികയായിരുന്നു. ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന സംഘർഷത്തോടെ ഈ കരാർ ഉറപ്പിക്കുന്നതിനായി ഇറാൻ കൂടുതൽ ശ്രമം നടത്തി. പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് കരാർ ഉടനെയുണ്ടാകുമെന്നും മിസൈലുകൾ എത്രയും വേഗം കൈമാറ്റം ചെയ്യപ്പെടുമെന്നുമാണ്. ഇറാന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് ചൈന. ഇത് 1980 മുതൽക്കുള്ള ബന്ധമാണ്. അതിശക്തമായി ഈ പ്രതിരോധ ബന്ധം നിലനിന്നു പോരുകയാണ്. ചൈനീസ് നിർമ്മിതമായ CM-302 മിസൈലാണ് ഇറാൻ വാങ്ങാനൊരുങ്ങുന്നത്. ഇതിന്റെ ഡെലിവറി ഡേറ്റ് ഇനിയും തീരുമാനമാക്കപ്പെട്ടിട്ടില്ല. ഈ മിസൈൽ കൂടാതെ മാൻ പാഡഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സർഫസ് ടു എയർ മിസൈലുകൾ വാങ്ങാനും ഇറാൻ ആലോചിക്കുന്നുണ്ട്. ആന്റി ബാലിസ്റ്റിക് മിസൈലുകളും ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങളും ഇറാൻ സ്വന്തമാക്കണമെന്നുണ്ട്. ഇതിനായി ചൈനയുമായി ചർച്ചകൾ നടത്തിവരികയാണ് ഇറാൻ. ഇപ്പോൾ കൈമാറ്റം ചെയ്യാൻ പോകുന്ന സൂപ്പർസോണിക് മിസൈലിന് 290 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. റഡാറുകളെ കബളിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ താഴ്ന്നു പായാനും ഇവയ്ക്കാകും. USന്റെ നാവികസേനയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്താൻ ഈ മിസൈലിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം ഇറാനും USും തമ്മിലുള്ള സംഘർഷത്തിൽ ചൈന ഇടപെടുന്നതിന് തുല്യമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. ഇതിൽ USന്റെ, പ്രത്യേകിച്ച് ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് ലോകം കാക്കുന്നത്. ഇറാൻ ഈ മിസൈലുകൾ സ്വന്തമാക്കുന്നത് തങ്ങളുടെ കപ്പലുകൾക്ക് ഭീഷണിയാണെന്ന് അമേരിക്ക കരുതുന്നുണ്ട്. ഇതിനെ തുടർന്ന് അമേരിക്ക തങ്ങളുടെ നാവികസേനയെ ഇറാന് സമീപമുള്ള കടൽ മേഖലയിലേക്ക് കൂടുതൽ കരുത്തോടെ അയച്ചിരിക്കുകയാണ്. ഒരു വശത്ത് ചൈനയുടെ സഹായത്തോടെ ഇറാൻ കരുത്താർജിക്കുന്നു, മറുവശത്ത് അമേരിക്ക സൈന്യത്തെ അണിനിരത്തുന്നു. ഇത് ആ മേഖലയിൽ ഒരു യുദ്ധസാധ്യതയെക്കുറിച്ചുള്ള ഭീതി വർദ്ധിപ്പിക്കുകയാണ്. ലോകത്തെ എണ്ണക്കപ്പലുകൾ കടന്നുപോകുന്ന പ്രധാന പാതയായ ഹോർമുസ് ഇടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഈ മിസൈലുകൾ അവിടെ വിന്യസിച്ചാൽ ഏത് കപ്പലിനെയും തടയാൻ ഇറാന് സാധിക്കും. അമേരിക്കയുടെ വലിയ വിമാനവാഹിനി കപ്പലുകൾക്ക് ഈ മിസൈൽ വലിയൊരു ഭീഷണിയാണ്. ചെറിയ രാജ്യമാണെങ്കിൽ പോലും ഇത്തരം ആധുനിക മിസൈലുകൾ കൈവശമുണ്ടാകുന്നത് വലിയ സൈനിക ശക്തികൾക്കെതിരെ പോരാടാൻ ഇറാനെ സഹായിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.